വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. സാറേ, ജേക്കബ് സാറേ, സാറിങ്ങോട്ട് കേറിപ്പോന്ന് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ കാത്തു നിന്നേ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉടനെ എല്ലാം ശരിയാവും. സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ 2 പ്രാവശ്യം പാർട്ടി ഓഫീസിൽ വന്നിരുന്നു. അപ്പൊ സാർ അവിടെ ഇല്ലെന്ന് വേറൊരു സാറ് പറഞ്ഞു. ഞാൻ ഇവിടെ കുറച്ചു ദിവസം ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. സാറേ, അന്നത്തെ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഞാനും എന്റെ മക്കളും മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. സാറ് പറഞ്ഞതുപോലെയൊക്കെ പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായി. അല്ലാതെ ഇന്നത്തെ കാലത്ത് കേസിനും കുട്ടീശ്വരത്തിനും പോയിട്ട് ഒരു കാര്യമില്ല. സത്യത്തിൽ എന്റെ ചേട്ടൻ എന്താ സാറേ പറ്റിയത്? എന്തിനാ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച എന്റെ പെങ്ങളെ ഞാൻ ചുറ്റിപ്പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അതിലിടപെട്ടു. അല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അപ്പോ അന്നാ സാറന്മാര് പറഞ്ഞതോ എല്ലാവരും ശരിയാക്കാം, ചേട്ടനെ എളുപ്പം പോലീസ് വിടുന്ന. സാറ് ഒന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞു വീഴ്ച എന്നെ നാണം കെടുത്തോ? ഇല്ല സാറേ, എനിക്ക് ആരെ ഉപദ്രവിക്കണമെന്നോ നാണം കെടുത്തണമെന്നോ ഇല്ല. എന്റെ ചേട്ടന് സാറ് വാങ്ങിച്ചു കൊടുത്തതല്ലേ ആ സാറിന്റെ അടുത്ത് ജോലി. അതിന് ജോലി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയപ്പോ ജോലി വാങ്ങിച്ചു കൊടുത്തു. ഡ്രൈവർ ജോലിക്ക് പോയ ആളെ ആ ജോലി തന്നെ ചെയ്യണം, അല്ലാതെ കള്ളക്കടത്ത് നടത്തരുത്. ഇല്ല സാറേ, എന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല, ഒരു കളവും ചെയ്യില്ല. പട്ടിണി കിടന്നാലും ഇതുവരെ എന്റെ ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ ഭർത്താവ് ഓടിച്ച കാറിന് സ്വർണം പിടിച്ചത്? എനിക്കറിയില്ല സാറേ, എന്റെ ചേട്ടൻ പാവാ. സാറെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറല്ലേ എന്റെ ചേട്ടനെ രക്ഷിക്കാന്ന് പറഞ്ഞത്? അതല്ലേ സാറ് പറഞ്ഞപ്പം ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇടയ്ക്ക് ചേട്ടൻ ഓടിക്കുന്ന കാറ് വീട്ടിൽ കൊണ്ടുവരുന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞത്. എന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഒരു ഉപകാരം ചെയ്തപ്പോ എന്നെ കള്ളനാക്കുന്നോ? ഭർത്താവ് തെറ്റ് ചെയ്ത് പോലീസ് പിടിച്ചു, അവര് വിടുമ്പോ വിടും, അല്ലാതെ ആ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഫിലിപ്പി 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങൾ കരച്ചില് നിർത്തുന്നുണ്ടോ? സാറേ, എന്റെ ചേട്ടൻ ഒന്ന് പോകുന്നുണ്ടോ? സാറേ, നീ വണ്ടി അങ്ങോട്ട് നോക്ക്. ചേച്ചി നിന്നെ കരയുന്നു? ഒന്നുമില്ല മോനെ. ചേച്ചി വന്നേ, വാ. എന്തു പറ്റിയടാ? അത് എന്താ ചേച്ചി? അല്ല ചേച്ചി, സ്റ്റീഫൻ ചേട്ട പോലീസ്. ചേച്ചി അത് ഞാൻ. എടാ നീ ചെല്ല്, ഞാൻ ചേച്ചിയായിട്ട് വന്നോളാം. ചെല്ല് ചേച്ചി. ചേച്ചി വാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ല എന്നാണോ താൻ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നല്ല, ഒരു സാഹചര്യത്തിലും പേടിക്കാനില്ല. ആ സ്റ്റീഫന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് അവനൊരു 4-5 കൊല്ലം അകത്തിടാനുള്ള തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അത് മതി.
ഈ പ്രശ്നത്തിൽ ദേ ഈ ലാസർ സാറിന് ഒരു കുഴപ്പമുണ്ടാവരുത്. എന്റെ സ്വർണം നഷ്ടപ്പെട്ടതിൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ ചെല്ലും ചെലവും തരുന്ന നിങ്ങളൊക്കെ പോലീസിലും രാഷ്ട്രീയത്തിലും ഉള്ളപ്പോ ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് എനിക്ക് പ്രശ്നം തന്നെയാണ്. അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്റെ സാറേ, അതിന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഞാൻ അറിയുന്നത് ലാസ്റ്റ് മിനിറ്റിലാ. അല്ലെങ്കിൽ ഞാൻ സാറിന് നേരത്തെ ഇൻഫർമേഷൻ തരില്ലായിരുന്നോ? പോരാത്തതിന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേരിട്ടുള്ള ഇടപെടലും. സ്വർണം പിടിച്ചതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അന്വേഷണം അയാൾ എന്നെ തന്നെ ഏൽപ്പിച്ചത് എന്തായാലും ഭാഗ്യമായി. അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചാന്. ആ, അയാളാണെങ്കിൽ ഒരു പ്രലോഭനത്തിനും വഴങ്ങാത്ത ആളാ. എടോ, പ്രലോഭനത്തിന് വഴങ്ങാത്തവനെ കൈകാര്യം ചെയ്യേണ്ടത് ശിക്ഷ കൊണ്ടായിരിക്കണം. അവൻ നമ്മുടെ വഴിക്ക് വരുന്നില്ലെങ്കിൽ അവൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്ക്. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. പ്രഭാഷകൻ 27-ാം അധ്യായം 30-ാം വാക്യം. ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് തനിക്കതിനുള്ള പവർ ഇല്ലടോ ജേക്കപ്പേ. പവർ ഇല്ലായിട്ടല്ല സാറേ, പക്ഷെ ഭരണം നമ്മുടെ കയ്യിലല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ അവനെ എന്നെ ഇവിടുന്ന് ഓടിച്ചേനെ. എനിക്ക് വേണ്ടതേ ഇതുപോലുള്ള ന്യായീകരണങ്ങളല്ല. അതിനല്ല ഞാൻ നിങ്ങൾക്കൊക്കെ കാശ് തരുന്നത്. ഞാൻ ചെയ്യുന്ന തൊഴിലിന് ഒരു ചെറിയ പിഴവിന് പോലും ഇടയില്ല. അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചാൽ അതെന്നെ മുച്ചൂട് മുടിക്കാൻ ത്രാണിയുള്ള ഒന്നായിട്ട് മാറും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ പോലീസിലും രാഷ്ട്രീയത്തിലും നിങ്ങളെപ്പോലെ കുറെ എണ്ണത്തിനെ ഞാൻ വെച്ചിരിക്കുന്നത്. സാറേ, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് ഞാൻ സാറിന് വാക്ക് തരുന്നു. ഇത്തവണത്തേക്ക് സാറൊന്ന് ക്ഷമിക്കും. പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ, അവന് നമുക്ക് പൂട്ടാൻ സാറേ. സാറ് പേടിക്കണ്ട. ജോസേ, സാറ് പറഞ്ഞോ. ഇനി ഈ കേസിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകരുത്. അത് തന്റെ ഉത്തരവാദിത്തം. സാറേ, ആ സ്റ്റീഫൻ ഇനി പുറലോകം കാണാൻ എങ്ങനെ വന്നാലും കുറച്ച് കൊല്ലെടുക്കും. സാറ് ധൈര്യമായിട്ടിരിക്കേ. മോളെ, ഇത് രവിചേട്ടന്റെ വീടല്ലേ? അതെ. ഒന്ന് വിളിക്കൂ. ആ അച്ഛാ. അല്ല, ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ മാർട്ടിൻ. ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? അത് ഞാൻ തന്നെ അറിയില്ലല്ലോ. ചേട്ടൻ JJ ഗ്രൂപ്പിന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നല്ലേ? ആയിരുന്നു. ഇപ്പോഴില്ല. എനിക്ക് ആ കമ്പനിയുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധമില്ല. ചേട്ടൻ ഇപ്പോഴത്തെ സ്റ്റാഫും ഇല്ലായിരിക്കാം, അവരുമായിട്ടൊരു ബന്ധമില്ലായിരിക്കാം. പക്ഷേ അവിടുത്തെ വിവരങ്ങളൊക്കെ ചേട്ടൻ അറിയാൻ പറ്റുമല്ലോ. വിവരങ്ങളോ? എന്ത് വിവരങ്ങള്? ഹലോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തീരെ താല്പര്യമില്ലെന്ന്. ചേട്ടന് തീരെ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ചേട്ടൻ ഒരു ചെറിയ നന്മ കാണിച്ചാൽ ഒരു നിരപരാധി രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും എനിക്ക് ചേട്ടനിൽ നിന്ന് അറിയാൻ കഴിയും. അല്ല, എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു ചേട്ടൻ. പക്ഷേ ഇപ്പം ആ ചേട്ടൻ പോലീസ് കസ്റ്റഡിയിലാണ്. അല്ല, ഇതിലിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എന്ത് നന്മ ചെയ്യേണ്ടത്? ഈ ചേട്ടൻ നിരപരാധിയാണ്. അദ്ദേഹം ഒഴിച്ചിരുന്ന കാറിൽ നിന്ന് കുറച്ച് സ്വർണം പോലീസ് പിടിച്ചെടുത്തു. അത് കമ്പനിക്ക് അറിയില്ല എന്ന് പറഞ്ഞോടെ ഇപ്പൊ കുറ്റം ഈ സ്റ്റീഫൻ ചേട്ടന്റെ തലയിലായിരിക്കുക. എന്താ പേര്? എന്റെയാണോ? അതെ, മാർട്ടിൻ. ചേട്ടൻ എന്തുകൊണ്ടാ അവിടുത്തെ ജോലി നിർത്തി പോകുന്നതെന്നും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മാർട്ടിനെ, താൻ ആരാണെന്നോ ശരിക്കും എന്തിനാ വന്നതെന്നോ എനിക്കറിയില്ല. പക്ഷേ നിരപരാധിയായ തന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വന്നതെന്ന് കരുതി തന്നെയാ ഞാൻ ഈ പറയുന്നത്. അവിടെ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഏടാകൂട കേസിൽ അകത്തു പോകുന്നു ഭയന്ന് തന്നെയാ ഇല്ലാത്ത കാഴ്ചക്കുറവിന്റെ പേരും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുങ്ങിയത്. ജോലിക്ക് ഇന്ന ടൈമെന്നോ എപ്പോൾ വരാൻ പറ്റുമെന്നോ എപ്പോൾ പോകാൻ പറ്റുമെന്നോ ഒരു കൃത്യതയില്ലാത്ത ജോലിയാ. ചില സമയത്ത് കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ ഒരു കവറോ ബോക്സോ മാത്രമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ആളിനും ഇത് തന്നെയായിരിക്കും പറ്റിയിരിക്കുന്നത്.
ഈശ്വരഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റീഫൻ ചേട്ടൻ ചതിക്കപ്പെട്ടതായിരിക്കും അല്ലേ? 99% അങ്ങനെ ആവാനാ സാധ്യത. അവര് ജാമ്യത്തിൽ ഇറക്കി കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിരുന്ന. കുറ്റം ഏൽക്കാൻ പറഞ്ഞതും അവര് തന്നെയായിരിക്കും അല്ലേ? അതെ, ഒരു ലാസർ മുതലാളി. എങ്കിൽ ഇത് ട്രാപ്പ് തന്നെയാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ. ഒരു നീതിയും ന്യായവും നന്മയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27 അധ്യായം 21 വാക്യം. പോലീസ് വന്ന് സ്റ്റീഫൻ ചേട്ടന്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഈ ലാസറിനൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടാ സ്റ്റീഫൻ ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് മറുപടി പറയിപ്പിച്ചത്. എല്ലാം സ്റ്റീഫൻ ചേട്ടന് ഒരു കുഴപ്പമില്ലാതെ പുറത്തിറക്കി തരാന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താ. മാർട്ടിൻ, ഈ സ്റ്റീഫൻ ചേട്ടന്റെ വീട്ടുകാരോട് പറ, ഇനി അവരിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ടെന്ന്. അല്ലാത്ത വഴിയിൽ എങ്ങനെയെങ്കിലും അയാളെ പുറത്തിറക്കാൻ നോക്കും. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് സ്റ്റീഫൻ ചേട്ടനെ പുറത്തിറക്കാൻ ഒരു വഴിയില്ലെന്നാണ്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആളെ നമുക്ക് പുറത്തിറക്കാം. പക്ഷെ കേസിന്റെ നിലവിലെ സാഹചര്യം വെച്ച് തെളിവുകളെല്ലാം സ്റ്റീഫനെതിരാണ്. സാക്ഷിമൊഴികളും, പ്രത്യേകിച്ച് അയാളുടെ ഭാര്യയുടെ. സാറേ, അതൊക്കെ ആ ലാസറും ജേക്കബും ചേർന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചതാ. സ്റ്റീഫൻ ചേട്ടനെ പുറത്തിറക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവരതൊക്കെ മറുത്തൊന്നും ചിന്തിക്കാതെ അനുസരിക്കുകയും ചെയ്തു. താൻ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ അത് കോടതി വിശ്വസിക്കണ്ടേ? അവരെ കൊണ്ട് തന്നെ നമുക്ക് കോടതിയിൽ മൊഴി മാറ്റി പറയിപ്പിക്കാം സാറേ. അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അവർ പറയും, എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് മാത്രം കാര്യമില്ലടോ. ഈ കേസിൽ സ്റ്റീഫനെതിരെ നിൽക്കുന്നവർ എല്ലാ തരത്തിലും പവർഫുള്ളാണ്. അവർക്കെതിരെ നിന്ന് സ്റ്റീഫനെ പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് പണിയുണ്ട്. സാറേ, പണവും പിടിപാടും എല്ലാം അവർക്കായിരിക്കും. പക്ഷേ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് നമ്മുടെ ഭാഗത്തല്ലേ. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നല്ലേ സാറേ? ചതിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സ്റ്റീഫൻ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ കോടതിയിൽ ദൈവം നേരിട്ട് വന്ന് സാക്ഷി പറയില്ലല്ലോ മാർട്ടിനെ. കോടതിക്ക് വലുത് താനോ ഞാനോ നമ്മുടെ വാക്കുകളോ അല്ല, തെളിവുകളാ. സ്റ്റീഫനെ പുറത്തിറക്കാനുള്ള എല്ലാ തെളിവുകളും നമുക്കുണ്ടാക്കണം. സാറ് പറഞ്ഞു, എന്തിനും ഞാൻ തയ്യാറാ. സ്റ്റീഫൻ ചേട്ടനെ പുറത്തിറക്കാനായിട്ട് ഞാൻ എന്താ വേണ്ടത്? പണം വേണം. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6 അധ്യായം 45 വാക്യം. പുറത്തിറക്കാനുള്ള പണമോ പവറോ നമുക്കില്ല. പണമുണ്ടെങ്കിൽ പവർ താനേ ഉണ്ടാവും. അതുണ്ടെങ്കിലേ ഈ കേസിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിനുള്ള വഴി താൻ നോക്ക്. ബാക്കി ഞാൻ ഏറ്റു. എനിക്കറിയാം സാറേ, ജെ ഗ്രൂപ്പ് ഭയങ്കര ഫേമസ് അല്ലേ? ആ, ഈ പറഞ്ഞ പോലെ അവിടെ ഡ്രൈവറുടെ വേക്കൻസി ഒക്കെ ഉണ്ട്. പക്ഷെ ആള് വിശ്വസ്തനായിരിക്കണം. ആ ഒരു ഡിമാൻഡ് ഈ ലാസർ മുതലാളി പറയുന്നുള്ളൂ. അതിൽ ഞാൻ 100-ൽ 110% വിശ്വസ്തനായിരിക്കും സാറേ. അത്രയ്ക്ക് അത്യാവശ്യം എനിക്കിപ്പോ ഈ ജോലി. എടോ, ജോലി അന്വേഷിച്ചും റെക്കമെൻഡ് ചെയ്യാൻ വരുന്നവരൊക്കെ ആദ്യമൊക്കെ എങ്ങനെയാ? ഒടുവിൽ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോ, ജോലിയൊക്കെ ശരിയായി കഴിയുമ്പോ ഈ രീതി അങ്ങ് മാറും. സാറേ എന്നെ അങ്ങനെ കാണരുത്, അങ്ങനെ കരുതുകയും ചെയ്യരുത്. അതെന്താടോ? അല്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്ന് പറയായിരുന്നു. എന്നും കിട്ടിയ ഉപകാരത്തിന് നന്ദിയുള്ളവനായിരിക്കും ഞാൻ. സാറേ, ഈ രീതി തന്നെ ആയിരിക്കും ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാലും. താനവിടെ നില്ല്, ഞാനൊന്ന് മുതലാളി വിളിച്ചു നോക്കട്ടെ. ആയിക്കോട്ടെ സാറേ. സാറ് വിളിച്ച് ചോദിക്ക്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആ, എന്താ ജേക്കബേ? സാറേ,
പറ്റിയൊരു പയ്യൻ വന്നിട്ടുണ്ട്. ആ ഡ്രൈവർ. ആ കണ്ടിട്ട് കുഴപ്പക്കാരനെന്ന് തോന്നണില്ല. ഇനി കുഴപ്പക്കാരനായാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവൻ വിവരം അറിയും. അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ആ ഞാൻ എന്റെ അടുത്ത് വന്ന് പെട്ടൊരു ഇരയെ അങ്ങ് അയക്കുന്നു മാത്രമേ ഉള്ളൂ. കൊല്ലണോ വളർത്തണോന്നൊക്കെ സാറ് തീരുമാനിച്ചാ മതി. ആ പിന്നെ സാറേ, ഞാൻ പറഞ്ഞ ആ അതിന് താനങ്ങ് ഓഫീസിലേക്ക് ചെന്നാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരി സാറേ. ആയിക്കോട്ടെ. ആ എല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോ താൻ ഞാൻ നേരിട്ട് ചെന്ന് മുതലാളിയെ കണ്ടാൽ മാത്രം മതി. ഉടനെ അവിടെ ജോലിക്ക് കയറാം. നന്ദിയുണ്ട് സാറേ, ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല. താൻ ആള് കൊള്ളാലോടോ. എന്നാ ഞാൻ അങ്ങോട്ട്. ഓ ശരി. ശരി സാറേ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. 1 കോരിന്തോസ് 8-ാം അധ്യായം 2-ാം വാക്യം. എന്താടാ, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നോ? എന്റെ സാറേ, ആരാ അവന്മാര്? സാറിന്റെ ശത്രുക്കൾ വല്ലാണോ? ശത്രുക്കളോ? ആര്? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്, ഏതാ അവന്മാരെന്ന്. നീ എന്താ സംഭവിച്ചെന്ന് പറയടാ. എന്റെ സാറേ, സാറ് പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ രാത്രി ബാംഗ്ലൂർ ഉണ്ടായിട്ടാ ലെറ്റർ ഏൽപ്പിച്ച്. എന്നിട്ട് കൃത്യം രാവിലെ 7 മണിയായപ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. കോയമ്പത്തൂർ കഴിഞ്ഞപ്പോ മുതല് ഒരു ബൊലേറോ എന്നെ ഫോളോ ചെയ്യണ്ടായിരുന്നു. ഞാനതത്ര കാര്യമാക്കാൻ പോയില്ല. പക്ഷെ പാലക്കാട് എത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു ചായ കുടിക്കാനായിട്ട് കാറ് നിർത്തി. ഞാൻ പുറത്തിറങ്ങിയപ്പോ ഉണ്ടല്ലോ, ഒരുത്തരുടെ പുറകെന്നൊരു ചവിട്ട് വലിച്ചു താഴെ ഇട്ടേക്കണ്. ഞാൻ നോക്കുമ്പോ ബൊലേറോന് വന്നിറങ്ങിയേക്ക. എത്ര പേരാ? 4 പേര്. അവന്മാരെന്നെ ആക്രമിച്ചിട്ട് നമ്മുടെ കാറിന്റെ താക്കോൽ എന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കി. എന്നിട്ട് ഒരുത്തൻ കാർ എടുക്കാനായിട്ട് കാറിന്റെ അകത്തേക്ക് ഓടിക്കേറി. പിന്നെ തലങ്ങും വിലങ്ങും അവന്മാര് 4 പേരും കാറിന്റെ അകത്ത് കേറി ഇറങ്ങി കാർ തട്ടിക്കൊണ്ടുപോകാനായിട്ടേ. ഞാൻ വിടുവോ? എന്റെ മുതലാളി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്ന വണ്ടി എന്റെ ജീവൻ പോയാലും ഞാൻ സംരക്ഷിക്കണ്ടേ? ഇടിച്ച് ഞാൻ പഴയ കളരിയാണെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ. 4 എണ്ണത്തിനെ ഞാൻ വാരി വലിച്ചിട്ടിടിച്ച്. പിന്നെ 1/2 മണിക്കൂർ അവിടെ യുദ്ധമായിരുന്നു. യുദ്ധം? നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്നിട്ട് നീ ബാക്കി പറ. എനിക്കും കുറെ ഇടിയുണ്ടു. അത് സാരമില്ല, എന്റെ മുതലാളിക്ക് വേണ്ടിയല്ലേ. എന്നാലും കാറ് ഞാൻ കൊടുത്തില്ല സാറേ. എന്നെ അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവന്മാര് വണ്ടി എടുത്ത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ ഞാൻ നമ്മുടെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു. മിടുക്കൻ. നീ എന്നാലും അവന്മാർക്ക് വണ്ടി വിട്ടു കൊടുത്തില്ലല്ലോ. വണ്ടി ഞാൻ വിട്ടുകൊടുക്കോ സാറേ? ഞാനാരാ മോൻ? വണ്ടിയോ? നീ ആ കാറിന്റെ താക്കോല് തന്നെ? അല്ല, കാറിനൊരു കുഴപ്പമില്ല. കാറിന് കുഴപ്പമൊന്നുമില്ല സാറേ. ദേ കിടക്കുന്നു. നീ ഡിക്കി ഒന്ന് തുറന്നേ. ഡിക്കി ഞാൻ ഇപ്പൊ തുറക്കാം. ദേ തുറന്നു. എന്താ സാറേ നോക്കണ? എടാ, ഇതിനകത്ത് ബാഗ് എന്തിയെ? ബാഗ്? ഏത് ബാഗ്? എടാ, ഇതിനകത്തിരുന്ന ഗോൾഡ് എന്തിയെന്ന്. ഗോൾഡ്? എടാ, ഇതിനകത്ത് 5 കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നെന്ന്. അതെവിടെ പോയി? 5 കിലോ സ്വർണ്ണം? കൈയെടുത്തേ? അത് ശരി. അപ്പൊ ഇതിനായിരുന്നു താൻ എന്നെ ബാംഗ്ലൂര് പറഞ്ഞു വിട്ടാലേ? അപ്പൊ ഇതായിരുന്നു തന്റെ പരിപാടിയല്ലേ? എടോ മുതലാളി, തന്നെ ഞാൻ കൈവെക്കാത്തതേ തന്റെ പ്രായോർത്ത. എന്റെ ജീവിതം ബലിയടാക്കിയിട്ട താൻ കളിച്ചോണ്ടിരുന്നല്ലേ? എടോ, ഈ സ്വർണ്ണമായിട്ട് എന്നെ പോലീസ് എങ്ങാൻ പിടിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവായിരുന്നോ? എന്റെ ഭാവി എന്താവായിരുന്നോ? അപ്പൊ ഇതായിരുന്നു തന്റെ ബിസിനസ് അല്ലേ? ജെ ഗ്രൂപ്പ് ശരിയാക്കി തരാടോ തന്നെ. എന്റെ സ്വർണത്തിന് സമാധാനം പറയാതെ നിന്നെ ഞാൻ വിടില്ല. 1ഉം 2ഉം പവനല്ല, 5 കിലോയെ 5 കിലോ. പറയടാ, എവിടെടാ എന്റെ സ്വർണം? തന്നോട് കൈയെടുക്കാനാ പറഞ്ഞു. എടോ, തന്റെ സ്വർണം പോയെങ്കിലേ അത് നന്നായുള്ളൂ. എന്നെ ചാവേറാക്കിയെടുത്താൽ സമ്പാദിക്കാൻ നോക്കിയാലേ അത് പോയത് നന്നായുള്ളൂ. അപ്പൊ അവന്മാര് വന്നത് കാറ് കൊണ്ടുപോവാനല്ല. ഇപ്പഴല്ലേ സംഗീതയുടെ കിടപ്പെനിക്ക് മനസ്സിലായത്. ഇവിടെ തന്റെ വണ്ടി പോകാതിരിക്കാനാ ഞാൻ ആ വഴി കിടന്ന അവന്മാരുടെ തല്ല് മുഴുവൻ കൊണ്ടത്. പക്ഷെ അവന്മാര് വന്ന് ഇതിനകത്ത് ഒളിപ്പിച്ചേക്കണ സ്വർണ്ണം എടുക്കാനാണ് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ തന്നെ എടുത്ത് അവന്മാർക്ക് കൊടുത്തേനെ. എനിക്ക് ഇനി തന്റെ ജോലിയും പുല്ലൊന്നും വേണ്ട. എന്നാ ദേ പിടിച്ചോ തന്റെ കാറിന്റെ താക്കോല്. ഞാൻ പോണേണ്.
പിന്നെ ഇനി ഈ പേരും പറഞ്ഞ എന്റെ പുറകെ അങ്ങാൻ വരാനാണ് പരിപാടിയെങ്കിൽ ചേരി കിടന്ന് വളർന്നതാ ഞാൻ. എന്നെ പറ്റി അറിയണമെങ്കിൽ ഇതേ ഇവിടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും കേട്ടാ. മോനെ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് സംസാരിച്ച് തീർക്കാം. തനിക്കിട്ട ആദ്യം തരണ്ടത്. എടോ, ഇയാളെ പോലുള്ളവർക്ക് ഒത്താശ പാടുന്ന വായം കൊണ്ട് എന്റെ അടുത്ത് സമാധാനം ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ എന്റെ ഒന്നും വാങ്ങിക്കുന്നൻ രാഷ്ട്രീയക്കാരനാണ് അത്രേ. മുതലാളി വന്നേക്കണം. മുതലാളി പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സത്യം. ജോബ് 34 11-12 വാക്യങ്ങൾ. ചേട്ടാ, പൊന്നപ്പൻ ചേട്ടാ, ഓർഡർ ചെയ്ത് ഞാനാ മാർട്ടിൻ. ചേട്ടാ, ഇയാളിത് ചേട്ടാ, ഞാനാണ് മാർട്ടിൻ. നീ ആയിരുന്ന? ഞാൻ വിചാരിച്ചു പോലീസാണെന്ന്. പോലീസാ? അതെന്തിനാ? അതൊന്നുമില്ല. നീ സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ? സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഇത് ആരും അറിയാതെ ഡീലാക്കി തരണം. എടാ, ഈ ഭൂമി മലയാളത്തിൽ ഒരാളും അറിയാതെ ഈ സാധനം ഞാൻ ശരിയാക്കി തരാം. നീ സാധനം എന്താ? ഉറപ്പാണ്? പിന്നെ ഇത് 2 ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ചേട്ടന്റെ കമ്മീഷൻ എത്രയാന്ന് വെച്ചാൽ അത് എടുത്തു. ഏയ്, കമ്മീഷൻ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 25,000 രൂപ എടുക്കും. അത് നീ കമ്മീഷനായിട്ടൊന്നും കൂട്ടണ്ട. ഓക്കെ, ശരി, നീ വേഗം വെക്കൂ. ശരി ചേട്ടാ, ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചാൽ. ശരി, ഇതിന്റെ കാര്യം ഞാൻ ഏറ്റി. എടോ ജോസേ, എന്താ സാറേ? അവനെ പൊക്കി അകത്തിട്ട് തനിക്ക് രണ്ട് പൊട്ടിക്കാൻ പറ്റുമോ? എന്നാലേ എനിക്ക് എന്റെ കലി ഇറങ്ങും. അത് ചെയ്യാൻ സാറേ, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ഈ സ്വർണം ആര് കൊണ്ടുപോയി അതല്ല ആദ്യം അറിയേണ്ടത്. സ്വർണം പോയതിലല്ല, സ്വർണം പോയത് അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കും. പക്ഷെ ആ പേറ പയ്യൻ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പയ്യനല്ലേ വരുന്നത്? അത്രക്കായോ? ഇവനെന്ന് ഞാൻ സാർ അവിടെ ഇരുന്നേ. എടുത്തു ചാടിയോണ്ട് ഒരു കാര്യമില്ല. അവൻ എന്തിനാ വരണേന്ന് നോക്കാം. സാർ അവിടെ ഇരിക്കേ. എന്താടാ? ഒന്നുമില്ല സാറേ. ഈ സാറിന് ഞാൻ കാരണം കുറച്ച് നഷ്ടമുണ്ടായി. അത് ഞാനായിട്ട് തന്നെ തിരുത്താന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഈ ഇരിക്കുന്ന സാറ് കാരണം ഒരു ഡ്രൈവർ സ്റ്റീഫൻ ഇപ്പൊ പോലീസ് ലോക്കപ്പില. അത് സാറിന് അറിയാൻ പറ്റുമല്ലോ. പോലീസ് വണ്ടി പിടിച്ചപ്പോ വണ്ടിയുടെ ഉടമസ്ഥൻ, അതായത് ഇതേ ഈ ഇരിക്കുന്ന സാറ് കൂറുമാറി സ്വർണം തൻ്റെതല്ലെന്ന് പറഞ്ഞു ആ പാവൻ ലോക്കപ്പിൽ. അതിന് നിനക്കെന്താടാ? എനിക്കൊന്നുമില്ല. ആ പാവത്തിന് അങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു സാർ. ചീ, നിർത്തടാ. നീ എന്താ ആളുകളെ ഭീഷണിപ്പെടുത്താണോ? ഹേ, ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല സാറേ. ഈ സാറ് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നപ്പോ ഞാനത് ചെയ്തു, അത്രേ ഉള്ളൂ. അതെ സാറേ, എന്നെ പാലക്കാട് വെച്ച് ബൊലേറോയിലെത്തി ആരും തല്ലാനും കൊല്ലാനൊന്നും വന്നിട്ടില്ല. എല്ലാം ആ സ്റ്റീഫൻ ചേട്ടനെ രക്ഷപ്പെടുത്താൻ ഞാൻ പറഞ്ഞ കള്ളങ്ങളാണ്. ആ സ്വർണം മുഴുവൻ ഞാനാ എടുത്തത്. ആ 5 കിലോ സ്വർണത്തിൽ നിന്ന് കുറച്ച് പവൻ ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. ബാക്കി സ്വർണം സാറുമാര് കേട്ടിട്ടില്ലേ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന്. അത്രേ ഞാൻ ചെയ്തോളൂ. ഇപ്പൊ എല്ലാം സമാസമം. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നത്തിന് വരരുത്. ആ കുടുംബം വളരെ പാവങ്ങളാ സാർ. പിന്നെ നിങ്ങളെല്ലാവരും നന്നാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങളെപ്പോലുള്ളൊരു വിചാരിച്ച നഷ്ടപ്പെടുത്താതിരിക്കാൻ പറ്റും. നിക്കടവിടെ. നിന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടും ഞാൻ. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഒരു കുഴപ്പത്തിനും വഴക്കിനും ഞാനില്ല. പിന്നെ ദേ സാർ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം വീഡിയോ റെക്കോർഡിങ്ങിലാണ്. പിന്നെ നിങ്ങൾ 3 പേരും തമ്മിലുള്ള പല ഇടപാടുകളെക്കുറിച്ചും എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുക. നിങ്ങൾ ഉപദ്രവിച്ചാൽ മാത്രമേ
ഞാനത് പുറത്തെടുക്കും. അല്ലെങ്കിൽ എൻ്റെ മരണം വരെ അതൊക്കെ ഭദ്രമായിരിക്കും. വരട്ടെ സാറന്മാരെ. അവനിന്ന് ഞാൻ നിങ്ങൾ എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? വിടരുത് അവനെ. സാറേ എന്താടോ? സാറേ, സാറിന്റെ സ്വർണം തിരിച്ചു കിട്ടി. അതിൽ നിന്ന് കുറച്ചെടുത്ത് സാറ് ചെയ്യേണ്ട കടമയും ചെയ്തു. സാറേ, പിന്നെ അതിന്റെ പുറകെ പോയി വെറുതെ പുലിവാല് പിടിക്കണോ? എന്റെ അഭിപ്രായവും അത് തന്നെയാ. അവനൊരു കുഴപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ ചെയ്തതും പറഞ്ഞതും എല്ലാം അതാ സൂചിപ്പിക്കുന്നത്. അവൻ പറഞ്ഞ പോലെ നന്നാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാൻ പാടില്ലേ? അതെ, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ സാറേ നല്ലത്? സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.